കർണാടക വിട്ടുതരാം. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഉറുമ്പിക്കര ഓഫ് റോഡ് കയറാനായിട്ട് പോകാൻ കേട്ടോ. വീണ്ടും ഉറുമ്പിക്കര. അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത ലൊക്കേഷനാണിത്. നമ്മൾ എക്സ്പ്രസ്സിൽ ഇന്നലത്തെ റൈഡിൽ ചെറിയൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും ബൈക്കേഴ്സ് ഇവിടെ ഉണ്ട്. എക്സ്പ്രസ്സിൻ്റെ പണി ഞാൻ കാണിച്ചു തരാം. പിസ്റ്റം പോയി അങ്ങനെ പുട്ടമ്പടിയായി വൈറ്റ് സ്മോക്കൊക്കെ പോയി കേട്ടോ. ഓയിലൊക്കെ ഫുള്ള് കത്തിപ്പോയി. ഇത് സ്റ്റിക്കിൽ നോക്കിയപ്പോൾ ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ പമ്പിൽ നിന്ന് ഒരു സെർവോടെ ഒരു ഓയിൽ വാങ്ങിച്ച് ടോപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. ഈ ഒരു ഓഫ് റോഡ് ഇത് കൊണ്ട് കയറാണ്. പിസ്റ്റം പിടിക്കില്ലെന്ന് തോന്നുന്നു. 2 കിൽപ്പിച്ചുള്ളൊരു യാത്രയാണ് കേട്ടോ ഇത്. അപ്പം ഈ ഒരു ട്രയൽസ് കഴിഞ്ഞിട്ട് നേരെ കടയിൽ കൊണ്ടുപോയി പിസ്റ്റം മാറ്റണം. സിലിണ്ടറും പിസ്റ്റനും മാറ്റണം കേട്ടോ. അങ്ങനെ ഒരു കിടുക്ക് പണി കിട്ടി ഇന്ന്. കോട ഓക്കെ ഗായ്സ്, നമ്മളെയൊക്കെ പരിഗണിക്കണം. കയറ്റി വിടണേ പുകയ്ക്ക് ഞാൻ നിങ്ങളെ കേട്ട്. നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പണിയായിപ്പോയി കേട്ടോ. വണ്ടി മുട്ടാൻ പണിയായിപ്പോയി. ഇവർക്ക് എൻ്റെ ബേക്കിൽ നിന്ന് വരാനേ പറ്റത്തില്ല. അമ്മ അതിന് സ്മോക്ക് നോക്കി. അയ്യോ, എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അത്. അയ്യോ, പിടിച്ച് നിൽക്കാതിരുന്നാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് റോഡിലെങ്കിലും ആയിട്ട് പിടിച്ച് നിന്നാലും മതിയായിരുന്നു. എങ്ങനെയെങ്കിലും കത്തിക്കായിരുന്നു. മലയുടെ മുകളിൽ വെച്ച് പിടിച്ച് നിന്നാൽ പെട്ട്. നമ്മൾ സ്റ്റേ എടുത്തത് ഈ ഉറുമ്പിക്കര കയറുന്ന തൊട്ട് താഴെ തന്നെയാണ് സ്റ്റേ എടുത്തത്. അപ്പോൾ വണ്ടി എടുത്തോട്ട് നേരെ നമ്മൾ ട്രാക്കിലോട്ടാണ് പോകുന്നത്. ഒരുപാട് ലാഗ് അടിക്കണമെന്നില്ല. എത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ അപ്പോൾ ഓഫ് റോഡ് തുടങ്ങുന്നത് കേട്ടോ. സെറ്റ്. മഞ്ഞ് കോടയില്ലെന്നുള്ള പരാതിയുണ്ട്. എടാ കൂടെ ഓടിച്ചൂടെ വേണ്ടി. ബേക്ക് പുകയ്ക്കാണ് കേട്ടോ ഞാൻ. പിസ്റ്റം പോയി. അയ്യോ, വീടായിരുന്നോ?
പൊക്ക് ബ്രോ, അവിടെ ഹാൻഡിൽ പൊക്കിയോ. ആ പോയാ കിട്ടി കിട്ടി കിട്ടി. കവർ നിറയെ മിസ്റ്റർ ബീറ്റ് എന്നൊക്കെ കണ്ടു. അവിടെ ക്രീം തന്നേച്ച് ഇങ്ങനെ ഇങ്ങനെ. ഷിപ്പിന്റെ ചെലവെന്ന് പറയുന്നത് 70,000 എന്നിട്ടും കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക വിട്ടുതരാം. അത് പോട്ട് ബാംഗ്ലൂര് ബാംഗ്ലൂർ നീ കരഞ്ഞു. ഞാൻ ഇല്ലായിരുന്നു, അടുത്ത ആളെ പിടിക്കണം. സെൻട്രൽ പോർഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 2.5 മണിക്കൂറായിട്ട് ഇങ്ങനെ ഒരു ഫാനിന് ഫാൻ ആവണമെങ്കിൽ ആ ചെറുക്ക് എന്തോരം പാവപ്പെട്ട ഒരു ഫാന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ. പക്ഷെ നല്ല ക്ലൈമറ്റ് കേട്ടോ. അപ്പൊ നോക്കിയേ കോടയൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ തൊട്ടപ്പുറത്ത് കുറച്ച് ചെളിയുള്ള പോർഷൻ ഉണ്ട് കേട്ടോ. അവിടെ പോയി കിടന്ന് മെഴുകണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഓഹോ പാറയുടെ മോള് നോക്കിയേ വിഷയം ഫുള്ള് നിറഞ്ഞു കേട്ടോ കോട കൊണ്ട്. അവന്റെ M5 ആയിരിക്കുന്നത്. അതാണ് നിന്റെ അത് ക്യാമറ ഇങ്ങനെ ചോയിര്. അതിനിപ്പോ ഞാൻ തരണം പോന്ന്. വരണോ വരണോ? തിരിഞ്ഞു തന്നെ ബ്രോ, തിരിഞ്ഞു നോക്ക് ബ്രോ, തിരിഞ്ഞു നോക്ക. അവൻ മരുന്നില്ലെന്ന്, അവൻ കുട്ടിക്കാർത്തിക്കാന്ന്. കാർത്തിക് ഇന്നാള് വന്നെന്ന്. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. ഇവിടെ ആയിട്ട് കിളച്ച് മറിയാം നമുക്ക്. ഇതെന്തേ ഓ സെറ്റ്. നിറഞ്ഞു കേട്ടോ കോട.
ക്യാമറ ഒക്കെ പാക്ക് ചെയ്ത് ഇപ്പൊ എറിയ ചെളി നോക്കിയോ. വീഡിയോ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചോ. വിഷ്ണുവിനൊക്കെ ഒന്ന് നോക്കിയോ. ഇപ്പൊ ഡ്രോണിന്റെ കാര്യം എറിയും ഞാൻ കാലിലും വേണം. ഫോട്ടോഗ്രാഫി എടുത്തേക്കുന്നത് ഞാനാണ്. അതാണ് ഇങ്ങനെ മൂഞ്ചിരിക്കുന്നതല്ല. ഫോട്ടോ നിനക്ക് വേണ്ടല്ലോ. അതിൽ നന്നായിട്ട് ഫോണിൽ കിട്ടുന്നില്ല. ഇനി ചോദിക്കരുത് അളിയാ രാത്രി ഫോട്ടോ എടുക്കുന്ന പോടാ. നിന്റെ ക്യാമറ എടുക്കുകയാണ്. കൂട്ടാന്റെ വണ്ടി. ഇത്രയും നേരം നമ്മളെ കൂടെ നടന്നിട്ട് ഒരു തുള്ളി ചെളി പോലെ ആവാതിരിക്കുകയായിരുന്നു കേട്ടോ. ക്യാമറ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാരും ചെളിയിൽ കുളിച്ച് നിൽക്കുക. ഇവന് ഇപ്പൊ ചെളി കുളിക്കണോ? അയ്യോ വാ 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 വാ. എടുത്തിട്ടുണ്ട്. ഇവന്റെ പുറത്ത് ചെളിയാക്കടാ കറക്കി. ആദർശേ നോക്കട്ടെ ഫേസ് അടിച്ചേ. നല്ല ആളിയാ. കോലങ്ങളുണ്ടല്ലേ, ഇതൊക്കെയാണ് വൈബ്. കലാശ കൊട്ടായിരുന്നു കേട്ടോ അന്ന്. ഇന്നിനിപ്പോൾ റെയിൻകോട്ടും ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പം റെയിൻകോട്ടും ഇടുന്നില്ല, ഒന്നുമില്ല. നേരെ വീട് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ഓഫ് റോഡ് ഇറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. അതിനിപ്പോൾ ഫുഡ് കഴിക്കും. ഉച്ചയ്ക്കത്തെ ഫുഡ് പോലും കഴിക്കാതെയാണ് നമ്മൾ ഈ ഒരു ട്രയൽസ് ഇറങ്ങിയത്. എന്തായാലും കൊള്ളാം. കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇതിൽ ഫുള്ള് ഞാൻ ഇവിടുത്തെ മൂഡ് എൻജോയ് ചെയ്യായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ കാണാൻ പറ്റുന്ന ഒരു
കിടിലും ബ്ലോഗായിട്ടും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാനാട്ടോ. നമുക്കിങ്ങനെ കുറേ നാൾക്ക് ശേഷം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഫണ്ണായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു കണ്ടൻ്റ് ആയിട്ട് ഇതിനെ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു വട്ടമുള്ളവർക്ക് ചിലപ്പം ഈ ഒരു വീഡിയോ ഓക്കെ ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങളും ഒന്ന് കൊതിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയി പോവും. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ഗായ്സ്. ഗുഡ് ബൈ.